ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 13.1 ആണ്. അപ്പോൾ അതിനകത്ത് 8 ക്വസ്റ്റ്യൻസ് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊക്കെ 9 മുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതിനകത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ആണ്. അതിനകത്ത് പി ഓഫ് ഇ ഗിവൺ എഫ് കാണാനുള്ള എക്സസൈസിൽ ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. മറ്റേതിൽ സമയമില്ലാത്ത കാരണം അവസാനിപ്പിച്ചതാണ്. സോ നമുക്ക് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, പി ഓഫ് ഇ ഗിവൺ എഫ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എഡൈസ് ക്വസ്റ്റ്യൻ ഇതാണ്, മദർ ഫാദർ ആൻഡ് സൺ ലൈൻസ് അറ്റ് റാൻഡം ഫോർ എ ഫാമിലി പിക്ചർ. എന്താണ് മദർ ഫാദർ സണ്ണ് 3 പേരുള്ളൊരു ഫാമിലിയാണ്. അതിനകത്ത് ഫാമിലി പിക്ചറിന് വേണ്ടിയിട്ട് റാൻഡംലി അവരെന്താണ് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഇ എന്ന് പറയുന്നത്, അതായത് ഇവൻറ്റ് ഇ എന്ന് പറയുന്നത് എന്താണ്, സൺ അറ്റ് വൺ എൻഡ്. എന്താണ് സൺ ഒരു എൻഡിൽ നിൽക്കുന്ന ഇവൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ എന്താണ് 3 പേരാണുള്ളത്. നമുക്ക് മദറിന് എം എന്നും ഫാദറിന് എഫ് എന്നും സണ്ണിന് എസ് എന്നും എടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3 ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ 3 ഫാക്ടോറിയലാണ് വരുന്നത്. സാമ്പിൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ഫാക്ടോറിയലായിരിക്കും, 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, 6 ആയിരിക്കും. അപ്പോൾ എസ് ഇസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനകത്ത് എം എഫ് എസ് എന്ന് എഴുതാം, എം എസ് എഫ് എന്ന് എഴുതാം, എഫ് എസ് എം എന്ന് എഴുതാം, എഫ് എം എസ് എന്ന് എഴുതാം, എസ് എം എഫ് എന്ന് എഴുതാം, എസ് എഫ് എം എന്ന് എഴുതാം. ഇതാണ് എന്ത് സാമ്പിൾ സ്പേസ് വരുന്നത്. ഇനി ചോദിച്ചിട്ടുള്ളത് സൺ ഓൺ വൺ എൻഡ്. ഇ എന്ന് പറയുന്ന ഇവൻറ്റ് വരുന്നത് സൺ എന്താണ് ഒരു എൻഡിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺ ഒരു എൻഡിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഇത് എന്താ നമ്മുടെ ഇ എന്ന് പറയുന്ന ഇവൻറ്റ്. അപ്പോൾ എം എഫ് എസ് എന്ന് വരാം, എഫ് എം എസ് എന്ന് വരാം, അടുത്ത എന്താണ് എസ് എം എഫ് എന്ന് വരാം, എസ് എഫ് എം എന്ന് വരാം. അടുത്ത എഫ് എന്ന് പറയുന്ന സാമ്പിൾ പോയിൻറ്റ് എന്താണ് ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാദർ ഇൻ മിഡിൽ. ഇതിനകത്ത് മിഡിലിൽ ഫാദർ നിൽക്കുന്ന എന്താണ്, ഇത് വരാം, ഇത് വരാം. എന്താണ് എം എഫ് എസ് എന്ന് വരാം, എസ് എഫ് എം എന്ന് വരാം. അതാണ് ഇനിയിപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന സെറ്റ് ഏതാണ്, അതിനകത്ത് എം എഫ് എസ് വരാം, എസ് എഫ് എം വരാം, എം എഫ് എസും എസ് എഫ് എമ്മും വരാം. ഇതാണ് എന്ത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, 6 ആണെന്ന് നമുക്കറിയാം. 3 ഫാക്ടോറിയലാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ ഇപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് മീൻസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇസിക്വൽ ടു 2 എത്രയാണ് 6 ആണ് വരുന്നത്. ഈ പി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, എഫിനകത്ത് എത്ര എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, 2 ആണ്, 2/6 എന്ന് തന്നെയാണ് വരുന്നത്. ഇസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് അത് 2/6 ആണ്. അപ്പോൾ എന്താ പ്രോബബിലിറ്റി 1 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈസ് ആർ റോൾഡ്. ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോർ ഒബ്റ്റെയിനിങ് എ സം ഗ്രേറ്റർ ദാൻ 9 given that the black die resulted in a 5. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ട് എന്താണ്, ഒരു റെഡും ഒരു ബ്ലാക്കും റെഡും ഉണ്ടായി നമ്മൾ ത്രോ ചെയ്യുന്നുണ്ട്, റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ എന്താ ബ്ലാക്ക് ഡൈ 5 ഷോ ചെയ്യുമ്പോൾ സം എന്താണ്, അതായത് ഓർഡർഡ് പെയർ ആണ് കിട്ടുക. അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത്, ഞാൻ എന്താണ് ബ്ലാക്ക് ഡൈ ആദ്യം ബ്ലാക്കും റെഡ് ഡൈ രണ്ടാമത്തെ ആയിട്ട് കൺസിഡർ ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു കളർ വെച്ചിട്ടാണല്ലോ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇതിൽ എന്താ പറയുന്നത്, സാമ്പിൾ സ്പേസ് വരുന്നത് എങ്ങനെയായിരിക്കും, 1 1 up to 1 6, 2 1 up to 2 6, 3 1 up to 3 6, and then etc. 6 1 up to 6 6 വരെ വരും.
അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്കെന്താണ് ഇതിനകത്ത് ബി എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എടുക്കാം. പി ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലാക്ക് ഡൈയിൽ റെഡ് എന്താ പറയുന്ന 5 എന്ന നമ്പർ ഷോ ചെയ്യണം. അതിനകത്തിപ്പോൾ ബ്ലാക്ക് ഞാൻ അതായത് ബ്ലാക്ക് ഡൈയുടെ നമ്പർ വരുന്നത് ഈ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ നമ്പറായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ വരുന്ന എലമെൻറ്റ്സ് 5 വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് 5 വരുമ്പോൾ 5 1 മുതൽ 5 6 വരെയുള്ള എലമെൻറ്റ്സ് എടുക്കുക. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് പി ഓഫ് സമ്മിന് നമുക്ക് എന്തെടുക്കാം? അതിന് പി ഓഫ് എ എന്ന് എടുക്കാം, ആ ഒരു ഇവൻറ്റിൻ്റെ പേര്. ഇനിയിപ്പോൾ സം ഗ്രേറ്റർ ദാൻ 9 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം 2 ആണ്. ഇപ്പോൾ 1 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം വരുന്നത് 1 + 6 7 വരുന്നുള്ളൂ. അടുത്ത 2 1 വരില്ല. പിന്നെ 2 6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ആണ്. ദെൻ 3 6 ആണെന്നുണ്ടെങ്കിൽ 9 ആണ് വരുന്നത്. നമുക്ക് എന്തായിരിക്കണം? ഡയറ്റിനേക്കാളും മേലെ വരണം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് തന്നെ ആവശ്യമില്ല, ഒക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ എന്താണ് 4 1 4 2 എക്സെട്ര 4 5 വരും. മീൻസ് അത് 9 ആണ്, പക്ഷേ 9നേക്കാളും ഗ്രേറ്റർ ആണ് വേണ്ടത്. പിന്നെ 4 5 കഴിഞ്ഞാൽ 4 6. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് വരും. അടുത്ത എന്താണ് 5 1 മുതൽ ഇതുവരെ വരും. ഇവിടെ 5 4 വരും. അത് കഴിഞ്ഞാൽ 5 6 വരും. പിന്നെ എന്ത് വരും? 5 5 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഈ 4 5 നമുക്ക് വേണ്ട, 5 4 വേണ്ട, ബാക്കി രണ്ടെണ്ണം എടുക്കാം. ഇനി ഈ 6 6 എന്ന് പറയുമ്പോൾ അത് വരും. 12 ആണ് വരുന്നത്. ദെൻ 6 5 വരും. ദെൻ 6 4 വരും. ദെൻ 6 3 വരില്ല. അപ്പോൾ നമുക്ക് ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് പി ഓഫ് എ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് എടുക്കാം. അതിനകത്ത് വരുന്ന എന്താണ്? 4 5 വരില്ല, 4 6 വരും. അടുത്തത് 5 5 എന്ന് വരും. 5 5 എന്ന് വരും. 5 6 എന്ന് വരും. അത് 6 4 എന്ന് വരും. 6 5 വരും. 6 6 എന്ന് വരും. ഇതാണ് എന്ത്? നമ്മുടെ എ എന്ന് പറയുന്ന ഇവൻ്റ് വരുന്നത്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. 5 2 5 3 ആൻഡ് 5 4 5 5. അപ്പോൾ എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതിനകത്ത് കോമൺ എലമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ 5 ഉള്ള എലമെൻറ്റ്സ് മാത്രം നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ 5 5 5 6 ആണ് എന്ത്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇത് അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? 2/36 ആണ് വരുന്നത്. ദെൻ ഇനി എന്താണ്? പി ഓഫ് ബിയുടെ പ്രോബബിലിറ്റി വേണ്ടേ? അപ്പോൾ ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇതിനകത്ത് 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 6/36 ആണ് പി ഓഫ് ബിയുടെ പ്രോബബിലിറ്റി വരുന്നത്. നമുക്ക് പി ഓഫ് എ ഗിവൺ ബി, അതായത് ബി ഒക്കർ ചെയ്യുമ്പോൾ എ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 2/36 ഡിവൈഡഡ് ബൈ 6/36. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ദി സം 8 ഗിവൺ ദാറ്റ് ദ റെഡ് ഡൈ റിസൾട്ടഡ് ഇൻ എ നമ്പർ ലെസ് ദാൻ 4. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഗെയിൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്റ്റെയിനിങ് ദ സം 8 ആയിരിക്കണം. സം എന്തായിരിക്കണം? 8 ആയിരിക്കണം ഓർഡേഡ് പെയറിൻ്റെ. ഗിവൺ ദാറ്റ് റെഡ് ഡൈ എന്താണ്? റിസൾട്ടഡ് ഇൻ എ നമ്പർ ലെസ് ദാൻ 4. അപ്പോൾ റെഡ് ഡൈയിൽ 4നേക്കാൾ താഴെ ഒരു നമ്പർ കാണിക്കുമ്പോൾ 8 എന്ന് പറയുന്ന സം വരാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അഗെയിൻ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ബ്ലാക്കും റെഡും തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് ഫസ്റ്റ് തന്നെ, റെഡ് രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം, നമ്പറായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 1 1 മുതൽ
എവിടം വരെയാണ് 6 വരെയാണ് നമ്മുടെ എന്താ സാമ്പിൾ സ്പേസും സാമ്പിൾ പോയിൻറ്റ്സും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 36 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദെൻ പറഞ്ഞിട്ടുള്ള എന്താണ് ഇനി പി ഓഫ് എന്താണ് റെഡ് ഐയിൽ നമ്പർ ലെസ് ദാൻ 4 ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സമ്മ്. അപ്പോൾ റെഡിൻ്റെ കേസ് നമുക്ക് പി ഓഫ് ആർ എന്ന് എടുക്കാം. അപ്പോൾ അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്പർ ലെസ് ദാൻ 4 എന്നല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ 4-നേക്കാൾ താഴെ വരുന്ന എന്താണ് സാമ്പിൾ പോയിൻറ്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫുള്ളായിട്ട് എഴുതാം. 1 2 1 3 1 4 1 5 1 6 then 2 1 2 2 2 3 2 4 2 5 then 2 6 അടുത്ത 3 1 4 1 5 1 6 1 3 2 3 3 3 4 3 5 3 6 4 2 4 3 4 4 4 5 4 6 5 2 5 3 5 4 5 5 5 6 6 2 6 3 6 4 6 5 6 6. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റെഡ് ഐ 4 എന്നുള്ള നമ്പറിനേക്കാളും അത് താഴെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് എന്താണ് 3 വരെയുള്ള നമ്പേഴ്സ് എടുക്കാം. നമുക്കെന്താണ് ഈ 1 4 വേണ്ട, 1 5 വേണ്ട, 1 6 വേണ്ട, 2 4 2 6 2 4 2 5 2 6 വേണ്ട, അതുപോലെ 3 4 3 5 3 6 വേണ്ട, 4 4 4 5 4 6 വേണ്ട, 5 4 5 5 5 6 വേണ്ട, 6 4 6 5 6 6 വേണ്ട. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര വരും? നമ്മൾ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ 36ൻ്റെ പകുതി എത്രയാവും? 18 ആയിരിക്കും. 18 എലമെൻറ്റ്സ് പി ഓഫ് ആറിൽ ഉണ്ടായിരിക്കും. ഇനി പറഞ്ഞിട്ടുള്ള എന്തായിരിക്കണം? എന്താണ് സമ്മ് ലെസ് ദാൻ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാച്ച് കളിയാണ്. അപ്പോൾ സം ലെസ് ദാൻ 4 ആയിരിക്കും എന്ന് പറയുമ്പോൾ 1 1 ഏതൊക്കെ വരാം? 1 1 വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരില്ല, 1 5 വരില്ല, 1 6 വരില്ല. അടുത്തത് 2 1 വരാം, 2 2 വരില്ല. പിന്നെ സം ലെസ് ദാൻ 4 എന്നല്ലല്ലോ, സം ലെസ് ദാൻ 8 ആണല്ലേ. സം 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സം 8 കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരാം. അതിനകത്ത് 1 1 വരില്ല, 1 2 വരില്ല, അപ് ടു 1 6 ഉള്ള എലമെൻറ്റ്സ് വരെ വരില്ല. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് 8 സം വരാനുള്ളത്? 2 6 വരും, 2 6 വരാം. ദെൻ 2 5 വരില്ല. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 6 8 അല്ല. അപ്പോൾ അതിന് മുമ്പ് ആരാണുള്ളത്? 3 5 വരാം. ദെൻ അടുത്തതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 1 വരില്ല, 4 2 വരില്ല, 4 3 വരില്ല, 4 4 വരും. അടുത്തത് ഈ 3 5 പോലെ 5 3 വരും, പിന്നെ 6 2 വരും. ഇത്ര എലമെൻറ്റ്സേ വരൂ. ഇനി നമ്മൾ നേരത്തെ എന്താണ് ലെസ് ദാൻ 4ൽ ഇനി ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ 5 3 6 2 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് പി ഓഫ് നമുക്ക് എന്താണ് ഇതിനൊരു എന്ന് പേര് കൊടുക്കാം. എ ഇൻ്റർസെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ എന്താണ് 2/36 എന്ന് വരും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് ആറിൻ്റെ എന്താണ് 18/36 ആണ് വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ആർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 18/36 ഡിവൈഡഡ് ബൈ 2/36 എന്ന് വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ സോറി ഇങ്ങനെയല്ല, തിരിച്ചാണ് വരുന്നത്. എന്താണ് 2/36 ഡിവൈഡഡ് ബൈ 18/36 എന്നാണ് വരുന്നത്. 36 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? 1/9 എന്ന് വരും. ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എ ഫെയർ ഡൈ ഇസ് റോൾഡ് കൺസിഡർ ദ ഇവൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു ഫെയർ ഡൈ നമ്മൾ എന്താണ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ ഒരു ഇവൻറ്റ്സ് 3 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ദെൻ പറഞ്ഞിട്ടുള്ള എന്താണ്, പി ഓഫ് ഇ ഗിവൺ എഫ് കാണണം, പി ഓഫ് എഫ് ഗിവൺ ഇ കാണണം, അതേപോലെ തന്നെ പി ഓഫ് ഇ ഗിവൺ ജി കാണണം, പി ഓഫ് ജി ഗിവൺ ഇ കാണണം, പിന്നെ പി ഓഫ് ഇ യൂണിയൻ എഫ് ഗിവൺ ജി ആൻഡ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഗിവൺ ജിയും കാണും. നമുക്കെന്താണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എസ് എഴുതാം. എസ്സിൽ എന്താണ്, ഒരു ഫെയർ ഡൈ റോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് വരാനുള്ളത്, 1 to 3, അതായത് 1 to 6 നമ്പേഴ്സാണ് വരുന്നത്. ദെൻ അടുത്ത് തന്നിട്ടുള്ള ഏതാണ്, ഇ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് തന്നിട്ടുണ്ട്, ഓഡ് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടറിയാം, വെറുതെ പറഞ്ഞാണ് ഓഡ് നമ്പേഴ്സാണ്. ദെൻ എഫ് എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ ഒരു 5-നേക്കാളും താഴെയുള്ള പ്രൈം നമ്പേഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്ത എന്താണ് 2, 3, 4, 5 എന്നാണ് തന്നിട്ടുള്ളത്. ഇതിന് വേണമെങ്കിൽ പറയാം എക്സ് ലെസ് ദാൻ, അതായത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആണെന്ന് പറയാം. നമുക്കെന്താണ് ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ നമ്പർ ഓഫ് 3 ആണ് വരുന്നത്, ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്, ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്, 4 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ ഇനി ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്, 3/6. അപ്പോൾ 1/2 ആണ്, 1/2 ആണ്. അടുത്തത് ഇതിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണ് വരുന്നത്. അടുത്ത പി ഓഫ് ജി എന്ന് പറയുമ്പോൾ എന്ത് വരും, പി ഓഫ് ജി എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 4/6 എന്ന് പറയുമ്പോൾ 2/3 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് ഇ ഗിവൺ എഫ് ചോദിച്ചിട്ടുണ്ട്, പി ഓഫ് എഫ് ഗിവൺ ഇയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആദ്യം കാണണം, മീൻസ് ആദ്യം ഈ ഇൻ്റർസെക്ഷൻ എഫ് എടുക്കണം. അപ്പോൾ ഇവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 3 ആണ് വരുന്നത്. ദെൻ 3 എന്ന് പറയുമ്പോൾ എന്താണ്, 1/6 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി പി ഓഫ് ഇ ഗിവൺ എഫ് കാണുമ്പോൾ എന്ത് വേണം, പി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എത്രയാണ്, 1/6 ഡിവൈഡഡ് ബൈ, ഇനി അതിൻ്റെ പ്രോബബിലിറ്റി വേണ്ടത് നമുക്ക് എഫിൻ്റെ 1/3 ആണ്, ഞാൻ 2/6 ആയിട്ട് എടുക്കുകയാണ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് വരും, 1/2 എന്ന് വരും. അടുത്ത് നോക്കുകയാണെങ്കിൽ എഫ് ഗിവൺ ഇ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ന്യൂമറേറ്റർ ആയിട്ടുള്ള പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് തന്നെ വരും, ഡിനോമിനേറ്ററിൽ. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/2 എന്നാണ് എടുത്തിട്ടുള്ളത്. ഞാനതിനെ 3/6 തന്നെ എഴുതുകയാണ്, കാരണം ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിനാണ്. ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, 1/3 എന്നാണ് പ്രോബബിലിറ്റി വരുന്നത്. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ള എന്താണ്, പി ഓഫ് ഇ ഗിവൺ ജി ചോദിച്ചിട്ടുണ്ട്, ജി ഗിവൺ ഇയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഈ ഇൻ്റർസെക്ഷൻ ജി ആണ് വേണ്ടത്, ഈ ഇൻ്റർസെക്ഷൻ ജി. അപ്പോൾ ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3ഉം 5ഉം വരും, 3 and 5 ആണ് വരുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/6 ആണ്. ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി 2/6 എന്ന് വരും. ദെൻ ഇനി വേണ്ടത് എന്താണ്, പി ഓഫ് ഇ ഗിവൺ ജി. ഇ ഗിവൺ ജി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, 3/6 ഡിവൈഡഡ് ബൈ, അതായത് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ജി ഡിവൈഡഡ് ബൈ പി ഓഫ് ജി എന്ന് വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്, 4/6 ആണ് വരുന്നത്, 4/3 എന്നാണ് വരുന്നത്. ഇനി അടുത്തത് പി ഓഫ് എന്താണ്, ജി ഗിവൺ ഇ എന്ത് വരും, പി ഓഫ് ജി ഇൻ്റർസെക്ഷൻ ഇ ഡിവൈഡ് ബൈ പി ഓഫ് ഇ എന്ന് വരും.
അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 2/6 ഡിവൈഡഡ് ബൈ ഇനി ഈയുടെ പ്രോബബിലിറ്റി എന്താണ്? 3/6 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2/3 ആണ് പ്രോബബിലിറ്റി വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കണം. ഈ ചോദ്യം എന്തായിരുന്നു? പി ഓഫ് ഇ ഗിവൺ എഫ്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? ഇയിലും എഫിലും ഒരുപോലെയുള്ള എലമെൻറ്റ്സ് 3 ആണ്. 3/6 വരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? 3/6 എന്ന് വരും. പിന്നെ ഡിവൈഡ് ബൈ ഈ ഗിവൺ എഫ് എന്ന് പറയുമ്പോൾ എഫിൻ്റെ പ്രോബബിലിറ്റി എന്തായിരുന്നു? 2/6 ആയിരുന്നു. ക്യാൻസൽ ചെയ്താൽ എന്ത് വരുന്നത്? സോറി, 3/6 അല്ല, 1/6 ആണ് പ്രോബബിലിറ്റി വരുന്നത്. ഇതിൻ്റെ പ്രോബബിലിറ്റി 1/2 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് മറ്റേത് ചെയ്യാം. എന്താണ് ഈ ഗിവൺ ഈ ഇൻ്റർസെക്ഷൻ ജി ആണ് കാണേണ്ടത്. ഏതാണ്? ജിയിലും ഇയിലും ഉള്ള എലമെൻറ്റ്സ് 3ഉം 5ഉം ആണ്. 2/6 എന്ന് വരും. ദെൻ ഇനി വേണ്ടത് എന്താണ്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ. ഇത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. ഇനി പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ജി ഡിവൈഡഡ് ബൈ പി ഓഫ് ജി. ഇതിൽ പി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/6 ആണ്. അപ്പോൾ 2/6 ബൈ 4/6 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. അടുത്തെന്താണ്? പി ഓഫ് ജി ഗിവൺ ഇ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ജി ഡിവൈഡ് ബൈ പി ഓഫ് എന്ത് വരും? ഇ എന്ന് വരും. സോ ഇയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എലമെൻറ്റ്സ് വരുന്നത് 3 ആണ്. അപ്പോൾ 3/6 എന്ന് വരും. ദെൻ 2/6 ഡിവൈഡ് ബൈ 3/6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/3 എന്ന് പ്രോബബിലിറ്റി വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്? പി ഓഫ് ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ, അതായത് പി യൂണിയൻ ഇ യൂണിയൻ എഫ് ഗിവൺ ജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി വരുമ്പോൾ എങ്ങനെയാണ്? പി ഓഫ് ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഡിവൈഡ് ബൈ പി ഓഫ് ജി എന്ന് വരും. തൽക്കാലം ഞാൻ ഇവിടെ മയക്കാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്? ഇ യൂണിയൻ എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 2 3 5 എന്ന് വരും. ദെൻ ഇൻ്റർസെക്ഷൻ ജി എന്ന് പറയുമ്പോൾ എന്താണ്? ജിയിലും ഇ യൂണിയൻ എഫിലും കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇതിനകത്ത് 2 3 4 5 ആണ് വരുന്നത്. കോമൺ എലമെൻറ്റ്സ് വരുമ്പോൾ 2 3 5 മാത്രം വരും. ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? 3/6 വരും. അപ്പോൾ ഇതിൻ്റെ പി ഓഫ് ജിയുടെ പ്രോബബിലിറ്റി എന്ത് വരും? ജിയിൽ എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 4/6 വരും. ക്യാൻസൽ ചെയ്താൽ 3/4 എന്ന് വരും പ്രോബബിലിറ്റി. അടുത്ത ചോദ്യം. അടുത്തത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഗിവൺ ജി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മീൻസ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ബൈ പി ഓഫ് ജി എന്ന് വരും. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇയിലും എഫിലും കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ടിലും കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 മാത്രമാണ്. അപ്പോൾ 1/6 ആണ് വരുന്നത്. മീൻസ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി വിത്ത് ജിയുടെ കൂടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിയുമ്പോൾ അഗെയിൻ എന്താണ്? നമുക്ക് 3 മാത്രമേ വരുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സെറ്റിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു എലമെൻറ്റ് ഏതാണ്? എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് 3 മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/6 ആണ് ഡിവൈഡ് ബൈ പി ഓഫ് ജി എന്ന് പറയുമ്പോൾ ജിയുടെ പ്രോബബിലിറ്റി 4/6 ആയിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി 1/4 എന്ന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Assume that each born child is equally likely to be a boy or girl. If a family has 2 children,
What is the conditional probability that both are girls given that youngest is a girl, at least one is a girl? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഗേളോ ബോയോ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈക്വലി ലൈക്ലിയാണ്. ഒന്നുമില്ല, രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ഒരേപോലെ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഇഫ് എ ഫാമിലി ഹാസ് 2 ചിൽഡ്രൻ, ഇപ്പോൾ അതിനകത്ത് 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണണം ദാറ്റ് ബോത്ത് ആർ ഗേൾസ്, രണ്ടും ഗേൾ ആവാനുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്നെന്താണ്, യങ്ങസ്റ്റ് ഒരു ഗേൾ ആവണം. ഇപ്പോൾ 2 ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒന്നെങ്കിൽ ബോയ് ആവാം അല്ലെങ്കിൽ ഗേൾ ആവാം. ഇതാണ് എന്ത് സാമ്പിൾ പോയിന്റ് വരുന്നത്. അപ്പോൾ 2 എണ്ണം ഉണ്ടാവണമെങ്കിൽ നമ്മളെന്താണ് ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. എന്ത് വരും, ബി ബി, ബി ജി, ജി ബി, ജി ജി. ഇനി പറഞ്ഞിട്ടുള്ള എന്താണ്, രണ്ടും ഗേളാവണം. അപ്പോൾ യങ്ങസ്റ്റ് ഗേൾ ആവുക എന്നുള്ളതാണ് ഒരു ഇവൻറ്റ്. അതിൽ ഈ 2 എലമെൻസ് ആണ് വരുന്നത്. സോറി, യങ്ങസ്റ്റ് ഗേൾ ആവണം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, ഇതാ വരിക. ഇതാണ് ഒരു ഇവൻറ്റ്. ഇനി രണ്ടും ഗേൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഈ ഒരെണ്ണം ജി മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി 1/4 ആണ്, ഇതിൻ്റെ പ്രോബബിലിറ്റി 2/4 ആണ്. അപ്പോൾ ഈ ഗിവൺ ഇവരുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും, 1/2 അല്ല, 1/2 അല്ല, അപ്പോൾ ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുക്കണം നമുക്ക്. ഇൻ്റർസെക്ഷനിലെ എലമെൻറ്റ്സ് ഏതാണ്, ജി ജി എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/4 ആണ്. ദെൻ ഇയുടെ പ്രോബബിലിറ്റി 2/4 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, പി ഓഫ് ഇ, നമുക്ക് ജി എന്ന് എടുക്കാം. ഈ ഒരു ഇവൻറ്റിനെ ജി ഗിവൺ ഇ എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ജി ഇൻ്റർസെക്ഷൻ ഇ ഡിവൈഡ് ബൈ പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ എന്താണ്, 1/4 ഡിവൈഡ് ബൈ 2/4 വരും. 4 ക്യാൻസൽ ചെയ്താൽ 1/2 എന്ന് വരും. At least one is a girl. അപ്പോൾ ഏതൊക്കെ വരും, ബി ജി എന്ന് വരും, ജി ബി എന്ന് വരും, ജി ജി എന്നും വരും. അവരുടെ ഇൻ്റർസെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ജി ജി മാത്രമേ വരുള്ളൂ. അതിനകത്ത് 1/4 വരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 വരും. പ്രോബിലിറ്റി പറയുമ്പോൾ 3/4 ഡിവൈഡ് ബൈ 1/4 ആണ്. 4 ക്യാൻസൽ ചെയ്താൽ 1/4 ബൈ 3/4 ആണ്. ക്യാൻസൽ ചെയ്താൽ 1/3 എന്ന് വരും. അടുത്തത്, an instructor has a question bank consisting of 300 easy true or false questions, 200 difficult true or false questions, 500 easy multiple choice questions, and 400 difficult multiple choice questions. If a question is selected at random from the question bank, what is the probability that it will be an easy question with that it is a multiple choice questions? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് 300 എണ്ണം ഈസി ആയിട്ടുള്ള എന്താണ് ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 200 എണ്ണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രൂ ഓർ ഫോൾ, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 500 ഈസി ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തത് 400 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ റാൻഡംലി ചൂസ് ചെയ്യണമെങ്കിൽ അത് ഡിഫിക്കൽട്ടായിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോറി, ഡിഫിക്കൽട്ട് എന്നല്ല, ഈസി ക്വസ്റ്റ്യൻ വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പോൾ ഈസി ആവണം, മൾട്ടിപ്പിൾ ചോയ്സ് ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, അപ്പോൾ അവർ തന്നത് നമുക്ക് എന്തായാലും എഴുതിയെടുക്കാം. അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 300 ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ഉണ്ട്.
അതെന്താണ്? അത് ഈസി ആണ്. അപ്പോൾ ഇതൊരു ഇവൻ്റായിട്ട് എടുക്കാം. അടുത്തത് 200 ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊരു ഇവൻ്റായിട്ട് എടുക്കാം. ദെൻ അടുത്ത് വരുന്നത് എന്താണ്? 500 ഈസി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തത് 400 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ടുള്ളതും ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈസി ക്വസ്റ്റ്യൻസ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ്. ഈസി ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര ഉണ്ട്? 900 എണ്ണം ഉണ്ട്. അപ്പോൾ 900 നമ്പർ ഓഫ് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് വരുന്നത്. അതിൽ നിന്ന് ഇവൻ്റ് എന്താ വേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇനി ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 500 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ല ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി ആൻ ഈസി ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ഈസി ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് വരുന്നത്? 500/900 ആണ് വരുന്നത്. = നമുക്ക് എന്തെന്ന് കിട്ടും? 5/9 ആണ് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ given that two numbers appearing on throwing 2 dice are different, find the probability that event sum of number on the dice is 4. അപ്പോൾ എന്താണ്? നമ്മൾ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന നമ്പേഴ്സ് എന്താണ്? ഡിഫറൻ്റ് ആവണം. അതുപോലെ തന്നെ അവരുടെ സം ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സമ്മ് 4 ആവണം. അപ്പോൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സ് വരികയും വേണം, അവരുടെ സമ്മ് 4 ആവുകയും വേണം. അപ്പോൾ ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ചോദിച്ചിട്ടുള്ളത്? മീൻസ് പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്കെന്താണ് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടാൽ മതി. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗിവൺ ദ 2 നമ്പേഴ്സ് അപ്പിയറിങ് ത്രോയിങ് 2 ഡൈസ് ആർ ഡിഫറെൻറ്റ്. അതായത് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഒക്കെ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം നമ്പേഴ്സ് വരുന്ന എവിടെയൊക്കെയാണ്? നമുക്ക് ആ ഒരു വേണമെങ്കിൽ പറയാം, അങ്ങനെ നമുക്കതൊരു ആ ഒരു ഡയഗണലായിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രമാണ് ഈ സെയിം നമ്പേഴ്സായിട്ട് വരുന്നത്. അതായത് 1 1 2 2 3 3 4 4 5 5 6 6 ആ ഒരു എലമെൻറ്റ്സ് നീക്കി കഴിഞ്ഞാലുള്ള സെറ്റാണ് നമ്മുടെ എന്ത് വരുന്നത്? ഇവിടുത്തെ ഒരു ഇവൻ്റായിട്ട് വരുന്നത്. അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ 4 സം വരുന്നത് ഇവൻ്റെ കൺസിഡർ ചെയ്ത് ആ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ടോട്ടൽ സാമ്പിൾ സ്പേസ് എടുത്ത് എന്താണ് അത് ഒരു ഇവൻറ്റ് കൺസിഡർ ചെയ്യുക ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ, അതും പിന്നെ എന്താണ് ഇൻ്റർസെക്ഷൻ എടുത്ത് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടിട്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണണം എന്നല്ല, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയെ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഒക്കെ അറിയുന്ന അത്രയും എലമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് 1 1 up to 1 6. അതിനകത്ത് ഈ 1 1 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് എടുക്കുന്നില്ല. അടുത്തത് എന്താണ്? ഇപ്പോൾ 1 2 മുതൽ എടുത്തു. അടുത്തത് എന്താണ്? 2 1 എടുത്തു, 2 2 ഇല്ല, 2 3 എടുത്തു, എക്സെട്ര 2 6 വരെ എടുത്തു. അതുപോലെ തന്നെ എന്താണ് 3 1 3 2 എടുത്തു, 3 3 എടുക്കുന്നില്ല, 3 4 ദെൻ 3 6 3 5 3 6 ഇവിടെയൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്. ദെൻ ഇവിടെ 4 1 എടുക്കാം നമുക്ക്, അപ് ടു 4 3 എടുക്കാം, 4 4 വേണ്ട, 4 5 ദെൻ 4 6. അതുപോലെ തന്നെ 5 1 മുതൽ 5 5 വേണ്ട നമുക്ക്, 5 6 5 4 ദെൻ 5 6 1 അപ് ടു 6 6 വേണ്ട, അപ്പോൾ 6 5 വരെ. ഇതാണ് വരുന്നത്. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 30 നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്നത്. കാരണം 6 എലമെൻറ്റ്സ്, അതായത് 1 1 2 2 അങ്ങനെ 6 എലമെൻറ്റ്സ് ഇല്ല ഇതിനകത്ത്. ഇതാണ് എൻ്റെ സാമ്പിൾ പോയിൻറ്റ്സ് വരുന്നത്. ദെൻ ഇനി നമുക്ക് ഇവൻറ്റ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ്? സം 4 ആയിരിക്കണം അല്ലേ? ദ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഈസ് 4.
അപ്പോൾ എങ്ങനെയൊക്കെ വരാം? 1 1 പറ്റില്ല, 1 2 നമുക്ക് പറ്റില്ല, 1 3 എടുക്കാം, ദെൻ 1 3 എടുക്കുമ്പോൾ നമുക്ക് 3 1 എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്നതെല്ലാം 4-നേക്കാളും മേലെയായിരിക്കും. അടുത്ത എന്താണ്? 2 1 എടുക്കാൻ പറ്റില്ല, 2 3 എടുക്കാൻ പറ്റില്ല, പിന്നെന്താണ്? പിന്നെ വരുന്നതെല്ലാം 2 3 കഴിഞ്ഞാൽ 2 3 എന്ന് പറഞ്ഞാൽ തന്നെ 5 ആയി. അപ്പോൾ അതിൻ്റെ മേലേക്കുള്ള എലമെൻസൊക്കെ 4-നേക്കാളും മേലെയായിരിക്കും. അടുത്തത് എന്താണ്? 3 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? 3 2 മുതൽ എന്താണ്? 5 ആണ് സം വരുന്നത്, 5ലും എബോവ് ആയിരിക്കും സം വരുന്നത്. അടുത്തത് എന്താണ്? 4 1 എടുക്കാൻ പറ്റില്ല, 4 3 എടുക്കാൻ പറ്റില്ല, 4ൻ്റെ 5ൻ്റെ ഒന്നും ഇനി എലമെൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിനകത്ത്? ആകെ 2 എലമെൻസ് ഉണ്ട്. അപ്പോൾ 2/30 എന്നാണ് വരുന്നത്. ഈ ഒരു പ്രോബബിലിറ്റി എന്താണ്? 2/30 അല്ലെങ്കിൽ 1/15 എന്ന് നമുക്ക് എടുക്കാം. ഇതാണ് എന്ത് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, കാരണം ഇവിടെ അവർ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് എടുത്ത് ചോദിച്ചിട്ടില്ല, ഇവിടെ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ സാമ്പിൾ സ്പേസ് മാറ്റിയെടുത്താൽ മതി. അതല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് 1 to 6, അതുപോലെ 6 1 to 6 to 6 6 വരെ എടുത്തിട്ട് അതിൽ നിന്ന് ഇവൻറ്റ് കൺസിഡർ ചെയ്ത് അതിനെ ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് പ്രോബബിലിറ്റി കണ്ടാലും ആൻസർ സെയിം തന്നെയാണ് വരും. അടുത്ത, കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ത്രോയിങ് എ ഡൈ ഇഫ് മൾട്ടിപ്പിൾ ഓഫ് 3 കംസ് ഓഫ്, ത്രോ ഡൈസ് അഗെയിൻ. ഇഫ് എനി അതർ നമ്പർ കംസ്, ടോസ് എ കോയിൻ. ഫൈൻഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഈവൻ ദാറ്റ് കോയിൻ ഷോസ് എ ടെയിൽ ഗിവൺ ദാറ്റ് അറ്റ് ലീസ്റ്റ് 1 ഡൈ ഷോസ് 3. ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കൺസിഡർ എക്സ്പെരിമെൻറ്റ്, ഡൈ ത്രോ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഇഫ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3 or 6 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡൈ ഒന്നും കൂടി ത്രോ ചെയ്യണം. ഈ ഫദർ നമ്പർ ഒക്കേഴ്സ്, അപ്പോൾ 3 or 6 അല്ലാത്ത നമ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കോയിൻ ടോസ് ചെയ്യണം. എന്നിട്ട് എന്തിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുള്ളത്? ഇവൻ ഷോയിങ് ടെയിൽ വരുന്ന ഇവൻറ്റ് ഗിവൺ അറ്റ്ലീസ്റ്റ് 1 ഡൈ ഷോസ് 3. നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്? 3 or 6 വന്നാൽ, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് വന്നാൽ എന്താണ്? ഡൈ ഒന്നും കൂടി ത്രോ ചെയ്യണം. അപ്പോൾ നമുക്ക് 3 വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വേണം? ഒന്നും കൂടി ഞാൻ ഡൈ ത്രോ ചെയ്തു. അപ്പോൾ എന്ത് വരും? അപ് ടു 3 6 വരെയുള്ള നമ്പേഴ്സൊക്കെ അറിയും. അടുത്ത 6 വന്നാലും അങ്ങനെ തന്നെയാണ്, 6 6 വരെയുള്ള നമ്പേഴ്സ് വരും. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഇറ്റ് ഷോസ് 3 or 6, 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ 1 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കോയിൻ ടോസ് ചെയ്യണം. 1 വന്ന് ഞാൻ കോയിൻ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഇപ്പോൾ 2 വന്നാലും ടെയിൽ കിട്ടാം, ഹെഡ് കിട്ടാം. 4 വന്നാൽ ടെയിൽ കിട്ടും, അല്ലെങ്കിൽ 4ൻ്റെ കൂടെ ഹെഡ് കിട്ടും. 5 വന്നാൽ ഒന്നെങ്കിൽ ടെയിൽ വരാം, അല്ലെങ്കിൽ ഹെഡ് വരാം. 6 ആണെങ്കിലും മീൻസ് 6ൻ്റെ ആവശ്യമില്ല, 6 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് എന്താണ്? ഏതെങ്കിലും എന്താണ് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്? കോയിൻ ഷോസ് ടെയിൽ. ടെയിൽ ഷോ ചെയ്യുന്ന കോയിൻ ഏതൊക്കെയാണ്? മീൻസ് കോയിൻ ടെയിൽ ഷോ ചെയ്യുമ്പോഴുള്ള ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? 1T 2T 3T 4T ആൻഡ് 5T. പിന്നെ പറഞ്ഞിട്ടുള്ള അടുത്ത ഇവൻറ്റ് എന്താണ്? ഇവിടെ 3 വരണം, ഏതെങ്കിലും ഒരു കോയിനിലെങ്കിലും 3 വരണം. അപ്പോൾ എന്താണ്? 3 1 3 2 3 3 3 4 3 5 3 6 ഈ സാമ്പിൾ പോയിൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ 2 ഇവൻറ്റ്സ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്ത് എന്ത് കിട്ടും? നമുക്ക് 0 എന്നാണ് കിട്ടുക, അല്ലെങ്കിൽ 5 എന്ന് വരും. 5യുടെ പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ ഇനി നോക്കണ്ട, ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0 എന്നാണ്. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? 0 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോയിൻ നമ്മളൊരു ഡൈ ത്രോ ചെയ്യും. 1 വന്നു കഴിഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യണം. കോയിൻ ടോസ് ചെയ്താൽ എന്താണ്? 1 വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കും. 1 വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അതായത് ഒരു ഡൈ ത്രോ ചെയ്തു, എനിക്ക് കാണുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോയിൻ ടോസ് ചെയ്ത് നോക്കണം. കോയിൻ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ എന്താണ്? ടെയിൽ വരാം, അല്ലെങ്കിൽ ഹെഡ് വരാം. അപ്പോൾ അത് നമുക്ക് 2 ഔട്ട്കംസ് എടുത്തു, അല്ലെങ്കിൽ ആ 2 റിസൾട്ട്സ് എടുത്തു. അടുത്തത് ഞാൻ ഒന്നുകൂടി പിന്നെന്താണ്? ഡൈ ത്രോ ചെയ്തു, എനിക്ക് 2 ആണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കോയിൻ ടോസ് ചെയ്ത് നോക്കണം. കോയിൻ ടോസ് ചെയ്താൽ എന്ത് വരും? ഒന്നെങ്കിൽ ടെയിൽ വരും, അല്ലെങ്കിൽ ഹെഡൊക്കെ അറിയും. അപ്പോൾ അത് ഞാൻ എടുത്തു, ആ 2 റിസൾട്ട്സ് എടുത്തു. ഇനി 3 ആണ് വന്നതെന്നുണ്ടെങ്കിൽ 3 മൾട്ടിപ്പിൾ ഓഫ് 3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഡൈ ഒന്നും കൂടി ത്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡൈ ഒന്നും കൂടി ത്രോ ചെയ്യണം. അപ്പോൾ 3 അവിടെ ഫിക്സ് ചെയ്ത് നിർത്തി. അപ് ടു 6 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ അറിയാം. എഗെയിൻ നമ്മൾ ഡൈ ത്രോ ചെയ്തുകൊണ്ടേ ഇരിക്കണം.
അടുത്ത എന്താണ് 4 ആണെന്നുണ്ടെങ്കിലും അഗെയിൻ എന്താണ് കോയിൻ ടോസ് ചെയ്യാണ് വേണ്ടത്. അതിലും ഹെഡ് ഉണ്ടെങ്കിലും വരാം. 5 ആണെങ്കിലും കോയിൻ ടോസ് ചെയ്യണം, ഹെഡ് ഉണ്ടെങ്കിലും വരാം. 6 ആണെങ്കിൽ 6 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, ഡൈ ത്രോ ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത്. അതിൽ നിന്ന് ഇവൻ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, കോയിൻ ഷോസ് ടെയിൽ ഷോ ചെയ്യുന്ന ഇവൻറ്റ്സ് എടുത്തു, മീൻസ് സാമ്പിൾ പോയിൻറ്റ്സ് എടുത്ത് ഞാനൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഇവൻറ്റ് എന്താണ്, കോയിനിൽ 3 വരുന്നതാണ്. അപ്പോൾ 3 1 3 2 അപ് ടു 3 6 വരെയുള്ള സാമ്പിൾ പോയിൻറ്റ്സ് എടുത്ത് ഞാനൊരു ഇവൻറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി P(5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ 0 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 16. ഇഫ് P(A) = 1/2 ആൻഡ് P(B) = 0, then P(A) given B is എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് സിമ്പിൾ മീൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് P(A) എന്ന് പറഞ്ഞാൽ 1/2 ആണ്, P(B) എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ P(A) given B ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം നമുക്ക്, P(A) given B എന്ന് പറഞ്ഞാൽ P(A) ഇൻ്റർസെക്ഷൻ B ഡിവൈഡ് ബൈ P(B) ആണ്. അപ്പോൾ P(A) ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് P(B) എടുക്കുമ്പോൾ നമുക്ക് സാമ്പിൾ പോയിൻറ്റ്സ് 0 ആണ്. 0 വിത്ത് അതായത് 5ഉം വേറൊരു സെറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന 5 തന്നെ വരുള്ളൂ. അപ്പോൾ അവിടെ 0 ആണ്. അതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ 0 വന്നു. ഇനി ഡിനോമിനേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P(B) ആണ് വരേണ്ടത്. P(B)യും 0 ആണ്. 0/0 എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് A and B are given such that P(A) given B is equal to P(B) given A ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഏത് ഓപ്ഷനാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, A ഒരു ഇവൻ്റാണ്, B ഒരു ഇവൻ്റാണ്. P(A) given B is equal to P(B) given A ആണ്. അപ്പോൾ P(A) ഇൻ്റർസെക്ഷൻ B by P(B) is equal to P(A) ഇൻ്റർസെക്ഷൻ B ഡിവൈഡ് ബൈ P(A) എന്നാണ് വരുന്നത്. അതിനകത്ത് ന്യൂമറേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1/P(B) is equal to 1/P(A) എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, P(A) is equal to P(B) എന്ന് കിട്ടും. ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 13.1 എന്ന് പറയുന്ന എക്സസൈസിന് 17 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി വരുന്ന അടുത്ത എക്സസൈസൊക്കെ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.